പാലക്കാട് ഒറ്റപ്പാലം നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച് NDA സ്ഥാനാർത്ഥി മേജർ രവിക്ക് വേണ്ടി വോട്ട് തേടിയുള്ള മഹിളകളുടെ റാലി. നൂറുകണക്കിന് സ്ത്രീകളാണ് മേജർ രവിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നഗരത്തിലെ റാലിയിൽ പങ്കെടുത്തത്. സ്ത്രീകളുടെയും അമ്മമാരുടെയും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും ഇത്തവണ ഒറ്റപ്പാലത്ത് വിജയം സുനിശ്ചിതമാണെന്നും സ്ഥാനാർത്ഥി മേജർ രവി പറഞ്ഞു. ഒറ്റപ്പാലത്ത് മേജർ രവിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആവേശകരമായി പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ ഒറ്റപ്പാലം നഗരത്തിൽ മഹിളകളുടെ വലിയ റാലിയാണ് സ്ഥാനാർത്ഥി നടത്തുന്നത്. ആ റാലിയിൽ ഒരുപാട് സ്ത്രീകൾ അണിനിരന്നുകൊണ്ട് NDA സ്ഥാനാർത്ഥിയായ BJP സ്ഥാനാർത്ഥിയായ മേജർ രവിക്ക് വോട്ട് തേടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒറ്റപ്പാലത്തെ സംബന്ധിച്ചിടത്തോളം മേജർ രവിയുടെ വരവോടുകൂടി വലിയ ആവേശമാണ് ഒറ്റപ്പാലത്ത് ഇപ്പോൾ BJP ക്യാമ്പുകളിൽ ഉണ്ടായിരിക്കുന്നത്. മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഇത്തവണ ഒറ്റപ്പാലത്ത് വിജയത്തിൽ കുറഞ്ഞതൊന്നുമില്ല BJPക്ക് ഒറ്റപ്പാലത്ത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അവർ പറയുന്നത്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിക്കുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ 43,000-ഓളം വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് BJP വിജയപ്രതീക്ഷ വയ്ക്കുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി ചേരുന്നുണ്ട്. ഒറ്റപ്പാലത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. എങ്ങനെയാ പോകുന്നു? എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? എൻ്റെ ആത്മവിശ്വാസം എന്നുള്ളത് ആ പിറകിൽ കാണുന്ന ക്രൗഡും അതുപോലെ തന്നെ ജനങ്ങളുടെ പ്രതികരണമാണ്. പലപ്പോഴും നമ്മൾ കൈവീശുന്ന സമയത്ത് കാണുന്ന റെസ്പോൺസ്, അതാണ് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടുന്നത്. എന്തായിരുന്നു പ്രചാരണം പ്രചാരണ വിഷയം? ഇവിടുത്തെ വെള്ളപ്രശ്നം, അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെൻറ്റ്, ഒരു സയൻസ് സ്കൂള്, അതുപോലെ ഇവിടുത്തെ ഹോസ്പിറ്റലുകൾ, അങ്ങനെ പല ടൂറിസം, അതുപോലെ നെല്ല് സംഭരണം, ഇങ്ങനെ ഓരോന്നോരോന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞാൻ എടുക്കുന്നത്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 43,000-ഓളം വോട്ടുകൾ BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വിജയം എന്നുള്ളത് ഒരുപാട് വോട്ടുകൾ, മറ്റു മണ്ഡലങ്ങളിലെ പോലെ ഒരുപാട് വോട്ടുകളൊന്നും വർദ്ധിപ്പിക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ ഇല്ല. ചെറിയ ഒരു മാർജിൻ ഇവിടെ വർദ്ധിപ്പിച്ചാൽ തന്നെ വിജയത്തിലേക്ക് എത്താൻ പറ്റില്ലേ? ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പോസിറ്റീവ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കാരണം അതൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അതിപ്പോൾ റീസെൻ്റ്ലി നടന്നിട്ടുള്ള ലോക്സഭാ ഇലക്ഷൻ. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവാം ജനങ്ങളെ മടുത്തിരിക്കുന്നു. സത്യമാണ് ചേഞ്ച്. അത് ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതാണ് അത് കാണുന്നത്. വിജയത്തിലേക്ക് എത്തും. ഒരു സർപ്രൈസ് ആവട്ടെ. ഒരുപാട് സൈനിക കുടുംബങ്ങളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ പിന്തുണയുണ്ടോ? നല്ലപോലെ എല്ലാവരുടെയും ഉണ്ട്. എല്ലാവരും എൻ്റെ പിറകിലുണ്ട്. കാരണം അവരുടെ സപ്പോർട്ട് ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ചെറുപ്പക്കാർ അവരെന്നെ കാണുന്ന ആ ഒരു പെട്രിയോട്ടിക് ഫീലിങ്ങിലാണ്, അല്ല ഒരു പാർട്ടിക്കാരനായിട്ടല്ല. അതാണ് എൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പലരും എന്നെ പാർട്ടിക്കാരനായിട്ട് കാണുന്നില്ല. സോറി അപ്പം അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് തന്നെയാണ് നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ്. ഒരുപാട് കാലം അതിർത്തിയിലെ ജനങ്ങളെ കാത്തതാണ്. അപ്പോൾ ഇനി ഒറ്റപ്പാലത്തുകാരോട് എന്താണ് പറയാനുള്ളത്? അവിടെ 120 കോടി ജനങ്ങളെ കാക്കേണ്ട പൊസിഷനായിരുന്നു. ഇവിടെ എനിക്കൊരു 4.5 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം ആൾക്കാരെ നോക്കണം. പക്ഷേ ഇത് ചില്ലറ പണിയല്ല. കാരണം ഇത് ഓരോരുത്തരുടെ അടുത്തും എത്തണം. അവിടെ അങ്ങനെയില്ല. ആ ബോർഡർ മാത്രം നോക്കിയാൽ മതി. ഇങ്ങോട്ട് ആരും അകത്തോട്ട് കിടക്കാതെ. ഇവിടെ അങ്ങനെയല്ല. ഞാൻ അകത്ത് എന്ന് നോക്കണം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. അധീനയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുണ്ട്. യുവാക്കളുടെ ഒരു പ്രാതിനിധ്യം നന്നായിട്ട് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാണ്. ഞാൻ വിളിച്ചില്ല, അതിനങ്ങോട്ട് വന്നതാണ്. എങ്ങനെയുണ്ട് മേജർക്ക് വേണ്ടിയുള്ള പ്രചാരണം? വലിയ ആവേശമാണ്. തീർച്ചയായിട്ടും ആവേശമാണ്, പ്രത്യേകിച്ച് യുവാക്കൾക്ക്. കാരണം ഞങ്ങളൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ ഇദ്ദേഹത്തെ കണ്ടു വളർന്നു, ഇദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടു വളർന്നതാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം, അഭിമാനമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും മേജർ രവി നമുക്കൊരു ആവേശമാണ്, പ്രചോദനമാണ്, നമ്മുടെ അഭിമാനമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ള യൂത്ത് ആയിട്ടുള്ള ആളുകളെല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് ഈ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചത്. ഏതായാലും സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഇങ്ങനെ ആവേശകരമായി ഒറ്റപ്പാലം നഗരത്തെ ഇളക്കി മറിച്ചുകൊണ്ട് പുരോഗമിക്കുകയാണ്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.